ഹലോ ഗൈസ്, വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് കുറയ്ക്കാൻ കിട്ടിയതെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഈ മാസത്തെ പർച്ചേസിങ്ങിൽ ഞാൻ കടല വാങ്ങിച്ച് തോർത്തത്. അപ്പോൾ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് ഗ്യാസ് കത്തിച്ച് കൊടുക്കാം. ഇനി അടി കട്ടിയുള്ള ഒരു പാത്രമാണ് വേണ്ടത്. അപ്പോൾ അലുമിനിയം പാത്രത്തിലാണ് ഞാനിത് ചെയ്തെടുക്കുന്നത്. ഇതിൽ അടി കട്ടിയുണ്ട്. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറയൊന്നും വേണ്ടിയില്ല, കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് കടല ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം, സിമ്മിലാക്കിയിട്ട് വേണം നമ്മൾ കടല വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സിമ്മിൽ തന്നെ ഞാനിത് വറുത്തെടുക്കുകയാണ്. അപ്പോൾ മണലൊന്നും ഇതിൽ കൂട്ടേണ്ട കാര്യമില്ല. മണലൊക്കെ കൂട്ടുന്നത് കടലയിൽ ചൂടിൻ്റെ ഒരളവൊന്ന് നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫ്ലെയിം നമ്മൾ ഒരേ ലെവലിൽ തന്നെ കീപ്പ് ചെയ്തിട്ട് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരേ ചൂട് തന്നെ കിട്ടി കടലക്ക ഒരേ ലെവലിൽ തന്നെ നമുക്ക് കിട്ടും. ഇതൊന്ന് ചെറുതായിട്ട് തൊലി കളർ വ്യത്യാസം വന്നപ്പോൾ ഞാൻ കുറച്ച് വെള്ളം അതിൽ തെളിച്ചു കൊടുത്തിട്ടുണ്ട്, ഉപ്പൊന്ന് ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് വീണ്ടും ഞാൻ ഇളക്കി കൊടുത്തു. ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞാൽ പുറത്തുള്ള തൊലിയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കരിഞ്ഞൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ എല്ലാ ഭാഗവും നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 10 മിനിറ്റോളം മതിയാവും ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ചെയ്തെടുത്താൽ. അപ്പോൾ ഇത് 10 മിനിറ്റിന് ശേഷം ഉള്ളതാണിത്. ഇപ്പോൾ തൊലിയൊക്കെ കുറേയൊക്കെ വിട്ട് വന്നിട്ടുണ്ട്, ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂട് തണിന്ന് കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റും. ഉപ്പ് ഒരുപാടൊന്നും ഇടേണ്ടിയില്ല, അപ്പോൾ അത് ഉപ്പിൻ്റെ ഒരു ടേസ്റ്റ് ആയി പോകും. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ മതി. എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് തൊലി അടർന്ന് വന്നിട്ടുണ്ട് കുക്കായിട്ട്. പിന്നെ ഇത് വറുക്കുന്ന സമയത്ത് ഒരു പൊട്ടലൊക്കെ കേൾക്കാം. അപ്പം ഇതാ ഒന്ന് ഓൾറെഡി തൊലി കളഞ്ഞ് വന്നതും പിന്നെ ഇതിൻ്റെ തൊലിയൊക്കെ ഇതാ നന്നായിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ശരിക്കും പുറത്തുനിന്നൊക്കെ കിട്ടുന്ന അതേ ലെവലിൽ തന്നെ കിട്ടി. ഇനി ഇതൊന്ന് കടലയുടെ ആ ഒരു പാക്കൊന്ന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ കഴിക്കുമ്പോൾ വേറൊരു ഫീലാണല്ലോ, നമ്മൾ പാത്രത്തിൽ നിന്നൊക്കെ വാരി കഴിക്കുന്നതും ഇതിൽ നിന്ന് ഓരോന്നോരോന്ന് എടുത്ത് കുറയ്ക്കുന്നതും വേറൊരു ഫീലാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിങ്ങനെ ഉണ്ടാക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ എനിക്ക് അറിയില്ല, ഒരു ഐഡിയ വെച്ചിട്ട് ചുരുട്ടി എടുക്കുകയാണ്. ആദ്യമൊന്നും ലെവലായി വന്നിട്ടില്ല, പിന്നെ ഇതിപ്പോൾ ഇതാ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇതിലേക്ക് കടല ഇട്ട് കൊടുക്കാം. പണ്ടൊക്കെ ഇങ്ങനെയല്ലേ കടല നമുക്ക് കിട്ടുക. ഇളം ചൂടിലാണ് ഞാൻ എടുക്കുന്നത്, കുറച്ച് തണിഞ്ഞതിന് ശേഷം മോന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. മോൻ വന്ന് നോക്കുന്നുണ്ട് എന്താ സംഭവം. നല്ല സ്മെല്ലടിച്ചിന് ഇത് വറുത്തെടുക്കുമ്പോൾ. അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടി വന്നു. അപ്പോഴത്തേക്ക് ഞാനിത് ചുരുട്ടി കഴിഞ്ഞ് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. ഓക്കെ, പാക്ക് സെറ്റായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. അടിയിൽ കൂടെ തൊഴിഞ്ഞൊന്നും പോലെയിരിക്കും. ഓക്കെ, ഇളം ചൂടും ഉണ്ട്, ചൂടിൽ കഴിക്കാനാണല്ലോ ടേസ്റ്റ്. ഇത് കുട്ടിക്ക് കൊണ്ടു കൊടുത്തു നോക്കാം. എവിടെ ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ആ അതാ അവിടെ നിൽക്കുന്നുണ്ട്. അയ്മാ എന്നാ കടല എങ്ങനെയുണ്ട്, ചൂടുണ്ടോ? ആ ഞാൻ 2 പേപ്പർ പൊതിഞ്ഞിട്ടുണ്ടേ, അതൊന്ന് എടുത്തിട്ട് വായിലിട്ടൊക്കെ എന്താ നോക്ക്. കടല അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ടുണ്ട്. കടല അങ്ങനെ കൊടുത്തോണ്ട് എനിക്കൊരു സർപ്രൈസ് പോലെ ആയിട്ടുണ്ട്. ആ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. ഓക്കെ, ബൈ.